നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കുട്ടികളുടെ വളർച്ചയിൽ ദന്താരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. കുട്ടികളുടെ വളർച്ചയിൽ പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ചും പല്ലുകളുടെ സുരക്ഷയെക്കുറിച്ചും സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് ഒട്ടനവധി സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ കണ്ടുവരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും മാതാപിതാക്കളിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കാറുള്ളത്. നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നത് കുട്ടികളുടെ വളർച്ചയിൽ ദന്താരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ്. ദന്താരോഗ്യം സംരക്ഷിക്കുവാൻ കുട്ടികളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ടൂത്ത് ബ്രഷ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം, ഈ മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും തമ്മിൽ ഏതൊക്കെ കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പാൽപ്പല്ലിൻ്റെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പല്ല് പൊടിഞ്ഞു പോയാൽ പല്ലിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫുഡ് ഹാബിറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, നിശ്ചയമായും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ എന്തൊക്കെയാണ്, കുട്ടികളിൽ ഒഴിവാക്കേണ്ട ഹാബിറ്റുകൾ എന്തൊക്കെയാണ്, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നാം ഇന്ന് കുട്ടികളുടെ ദന്താരോഗ്യം എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ വിനായക് പത്മകുമാർ, പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യ പാഠത്തിലേക്ക്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നത് കുട്ടികളുടെ ദന്താരോഗ്യം എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ കുട്ടികളുടെ വളർച്ചയിൽ കുട്ടികൾ കണ്ടുവരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും മാതാപിതാക്കളിൽ വലിയ ആശങ്കകളാണ്, വലിയ ഭയപ്പാടാണ് സ്വാഭാവികമായിട്ടും സൃഷ്ടിക്കുക. നമുക്ക് ആദ്യമായിട്ട് കുട്ടികളുടെ ദന്താരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികളുടെ വളർച്ചയിൽ ദന്താരോഗ്യത്തിൻ്റെ പാൽപ്പല്ലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസ്തുത വിഷയത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. പറയാം ഡോക്ടർ. കുട്ടികളുടെ പാൽപ്പല്ല് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അത് കുട്ടികൾക്ക് അത് ഉണ്ടായാലേ നല്ല പാൽപ്പല്ല് ഉണ്ടെങ്കിലേ അവർക്ക് ഫസ്റ്റ് തിങ് അവർക്ക് ചവയ്ക്കാനും ചെയ്യാനും ഭക്ഷണം ഇറക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ അവരുടെ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഇതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ സെക്കൻഡായിട്ടുള്ള പല്ലുകളുടെ ആവശ്യം, പാൽപ്പല്ല് അവരിപ്പോൾ സാധാരണ ഒരു 6 to 8 months ഉള്ളിൽ ഫസ്റ്റ് പല്ല് വരും. അപ്പോൾ ആ പല്ല് വരുമ്പോൾ നമ്മൾ മെയിനായിട്ടും മുന്നോട്ട് അവർ വളർന്നു പോകുമ്പോഴത്തേക്കും അവരുടെ സ്പീച്ചൊക്കെ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് വേർഡ്സൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് പല്ലുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്രണ്ട് പല്ല് കാരണം നമ്മൾ ചില വേർഡ്സൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എന് അല്ലെങ്കിൽ ടി, ഒക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചാൽ നമ്മുടെ ടങ്ങിൻ്റെ അറ്റം, ടിപ്പ് പല്ലിൻ്റെ തൊട്ട് പിന്നാലെയാണ് അത് തൊടുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ പല്ലില്ലെങ്കിൽ ഉള്ള ഒരവസ്ഥ ഒന്ന് നമുക്കറിയാം. അതപ്പോൾ ചിലപ്പോൾ അതിനൊരു ക്ലാരിറ്റി കുറവ്, ഒരു കുഴഞ്ഞ പോലത്തെ ഒരു സംസാര രീതി വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെ ഡെവലപ്പായി ആ കുട്ടി വലുതാവുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ലിസ്പിങ്, ചില ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ നാക്ക് തള്ളിപ്പോകുന്നത് സ്വഭാവം. ഇപ്പോൾ വേറെ ചിലപ്പോൾ എന്, എഫ്, വി ഒക്കെ പറയുമ്പോൾ ഈ മേളിലത്തെ പല്ല് നമ്മുടെ ലോവർ ലിപ്പിനെയാണ് തട്ടുന്നത്. അപ്പോൾ സ്പീച്ച് തെറാപ്പിക്കും സ്പീച്ച് ഡെവലപ്മെൻറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന നമ്മുടെ പാൽപ്പല്ല് പുറയിലോട്ട് പോകുമ്പോൾ പാൽപ്പല്ല് വളരെ ഒരു 10 years to 11 years വരെയും പാൽപ്പല്ല് കാണും, പുറയിലത്തെ പാൽപ്പല്ല്. അപ്പോൾ അവിടെ വരെ ആ പാൽപ്പല്ലാണ് അടുത്ത വരുന്ന പല്ലിനെയൊക്കെ നമ്മളെ അത് കൊണ്ടുവന്ന് ആ പൊസിഷനിലോട്ട് എത്തിക്കുന്നത്. സാധാരണ പാൽപ്പല്ല് ആടി ആ ഒരു ഗ്യാപ്പിലോട്ടാണ് അടുത്ത പല്ല് കയറി വരുന്നത്. അപ്പോൾ അടുത്ത പല്ലിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അതിൻ്റെ ഗ്രോത്തിനെയും ഗൈഡൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഉള്ളതാണ് ഫുൾ ഫേഷ്യൽ ഫോം. കൊച്ചിൻ്റെ കുട്ടികളുടെ മുഖം അത് നല്ല രീതിയിൽ വളരാനും അതിൻ്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ചവയ്ക്കുമ്പോഴേ ആ ഒരു ആക്ഷൻ വരത്തുള്ളൂ. പിന്നെ ഇൻ ദി എൻഡ് ഓഫ് ദ ഡേ അവരുടെ ചിരി, അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് അത് വർദ്ധിപ്പിക്കാനും പാൽപ്പല്ല് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് കുട്ടികളുടെ വളർച്ചയിൽ പാൽപ്പല്ലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ദന്താരോഗ്യം എന്ന നമ്മുടെ പ്രസ്തുത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും കുട്ടികളുടെ ദന്താരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് ഫസ്റ്റായിട്ടുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്
ഫുഡുമായിട്ട് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങളാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ പലപ്പോഴും വളരെയധികം മധുരകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഐസ്ക്രീം, ചോക്ലേറ്റ് പോലുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ദന്താരോഗ്യവും ഭക്ഷണവും തമ്മിൽ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് പ്രേക്ഷകർക്കായി വിശദമാക്കാം ഡോക്ടർ. ഭക്ഷണം മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം സ്വീറ്റ്സ്, ഷുഗറി ഡയറ്റ്. അപ്പോൾ അത് പലതരത്തിൽ ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചില കുട്ടികൾ ഒത്തിരി സ്വീറ്റ്സ് കഴിക്കും, ചില കുറച്ച് സ്വീറ്റ്സേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സ്വീറ്റ്സ് അലിഞ്ഞു പോവില്ല. ചില സ്വീറ്റ്സിൻ്റെ അകത്ത് ചിലപ്പോൾ കാരമൽ ബേസ്ഡ് ആയിരിക്കും, നട്ട്സ് കാണും, അങ്ങനെ റേസിൻസ് കാണും. അപ്പോൾ അങ്ങനെ അത് പല്ലിലോട്ട് അത് കുറേ നേരത്തേക്ക് ഒട്ടിയിരിക്കും. അപ്പോൾ ഒട്ടിയിരിക്കുമ്പോൾ അവിടെയാണ് ഈ ബാക്ടീരിയ, പല്ലിനെ കേടാക്കുന്ന ബാക്ടീരിയ ആക്ഷനിൽ വരുന്നത്. അത് കേടാക്കുമ്പോൾ പല്ലിൽ അത് ഡീക്കേ വരാനും ഒക്കെ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ സ്വീറ്റ്സൊക്കെ കഴിക്കുന്ന സമയത്ത് പല്ലിൽ എത്തരത്തിൽ പല്ലിനെ അത് കേടാക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോക്ലേറ്റ് കഴിക്കരുത് അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിക്കരുത് എന്ന് എത്ര തന്നെ പറഞ്ഞാലും അവർ ചോക്ലേറ്റും സ്വീറ്റ്സും ഒക്കെ കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ എപ്പോഴും അവരോട് ബ്രഷിങ് ചെയ്യാനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളതൊരു ഹാബിറ്റാക്കി രാവിലെയും വൈകുന്നേരവും ബൈ ഹാബിറ്റ്, അത് കൊച്ചിലെ മുതലേ അതൊരു പേരൻസും കുട്ടികളും കൂടെ ഒരുമിച്ച് അങ്ങ് ബ്രഷ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ഹാബിറ്റ് അവർക്ക് കൾട്ടിവേറ്റ് ചെയ്ത് വരും. അതല്ല, അവരിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്തും ഒക്കെ അങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വീറ്റ്സ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് കഴിവുന്നതും അത് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. സ്വീറ്റ്സ് കഴിച്ചതിൻ്റെ ശേഷം ഒന്ന് റിൻസ് ചെയ്യാൻ, കഴുകാനായിട്ട് ഒന്ന് എൻകറേജ് ചെയ്യാം. അതൊരു ഹാബിറ്റാക്കി ഇപ്പോൾ സ്വീറ്റ്സ് കഴിച്ചാൽ ഒന്ന് പല്ലിലോട്ട് ഇങ്ങനെ ഇടയിലൊക്കെ ഒട്ടിയിരിക്കുന്ന ഫുഡിനെ ഒന്ന് കളയാനായിട്ട് അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് കഴിപ്പിച്ചാൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവായിട്ട് മാതാപിതാക്കൾ ഈ ദന്താരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുന്ന ചോദ്യമാണ്, ഈ കുട്ടികളുടെ ദന്താരോഗ്യത്തിന് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അവരുടെ പല്ലിനെ കേടാക്കുന്ന, നമ്മളിപ്പോൾ മേൽപ്പറഞ്ഞ രീതിയിൽ സൂചിപ്പിച്ചു, എന്നിരുന്നാൽ പോലും പല്ലിനെ കേടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. അത് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് സാധാരണ കാൽഷ്യം കണ്ടൻറ്റ് ഫുഡ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഈ മിൽക്ക് പ്രൊഡക്ട്സിൽ നിന്ന്. അത് പാലാവാം, ചീസ് നല്ലതാണ്, പനീർ നല്ലതാണ്, പിന്നെ വൈറ്റമിൻ ഡി കിട്ടുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഡിയുടെ ഇടയ്ക്ക് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ പല്ല് ചിലപ്പോൾ കേടുവരാം അല്ലെങ്കിൽ ലേറ്റായി വരാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് വൈറ്റമിൻ ഡി ഒന്ന് പീഡിയാട്രീഷ്യനുമായിട്ട് പോയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഈ പല്ല് വരുന്നതും താമസിക്കാം. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ സോയ, ഓറഞ്ച് ജ്യൂസ്, വൈറ്റമിൻ സി ഉള്ള ഫുഡുകൾ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഫുഡ് നല്ല ഫുഡാണ് ഈ പല്ലിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള. ഡോക്ടർ, ഇപ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില പ്രത്യേക സമയങ്ങളിൽ ചില ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഈ പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെ ഒരു സമയം ഈ കുട്ടികളുടെ ദന്താരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തി അതിനെക്കുറിച്ചൊന്ന് പറയാം. സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ രാത്രി നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ അത് ബ്രഷ് ചെയ്യുക, ഉടനെ വേണ്ട, ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കളഞ്ഞ് ഒന്ന് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻ ബിറ്റ്വീൻ മീൽസ് ഇടയ്ക്ക് പോയി കഴിക്കാൻ പാടില്ല. ഈ കൂടുതലായിട്ടും വരുന്ന ഈ പാല് കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങുക, അങ്ങനത്തൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് കൂടുതലും. ഇപ്പോൾ നമ്മൾ തീരെ കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഒരു 1 to 2 years അത് ചെയ്യാതെ പറ്റത്തുമില്ല. അപ്പോൾ നമ്മളതൊന്ന് ലിമിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 1.5 years കഴിഞ്ഞ മുതൽ വീനിങ് എന്ന് പറയും, അതൊന്ന് വിട്ട് അവരെ ആ ഒരു ഹാബിറ്റിലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുറച്ച് ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങളാണ്, അവർ കരയും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഹാബിറ്റാക്കി പയ്യെ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ അത് ലാസ്റ്റിലൊരു വാട്ടർ ഒന്ന് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ കേരീസിൻ്റെ സിവിയറിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അതിനോടനുബന്ധിച്ച് തന്നെ ചോദിക്കുന്നതാണ് ബ്രഷിങ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ബ്രഷിങ് പലപ്പോഴും ഒരുപാട് സംശയങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകാം. ഈ ബ്രഷിങ് എത്തരത്തിലാണ് ചെയ്യുന്നത്, ബ്രഷിങ് ചെയ്യേണ്ട സമയം എങ്ങനെയാണ്, അത് തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകർക്കായി പറയാം. ബ്രഷിങ് നോർമലി അവർക്ക് കുട്ടികളുടെ ടൂത്ത് ബ്രഷ് നമ്മളെല്ലാവരും കണ്ടു കാണും. വളരെ ചെറിയ ടൂത്ത് ബ്രഷ്, അവരുടെ ബ്രിസ്റ്റിൽസ് വളരെ സോഫ്റ്റ് ആയിരിക്കും, ചെറിയ ഹെഡായിരിക്കും. അപ്പോൾ അവർക്കത് മെയിൻലി നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ബ്രഷ് ചെയ്യാനായിട്ട് വേണ്ടി നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യണം. കാരണം അത് റൗണ്ട് മോഷനിൽ എല്ലാ ഭാഗത്തും, ഫ്രണ്ട് പല്ല്,
സൈഡ് ഉൾഭാഗം എല്ലാം റൗണ്ട് മോഷൻ, അതിനൊരു ഫോൺസ് ടെക്നിക്ക് എന്ന് പറയും. അപ്പോൾ ആ ഫ്രോൺസ് ടെക്നിക്കിൽ നമ്മൾ ചെയ്തു പോകുമ്പോൾ പല്ലെല്ലാം കൂടെ ക്ലിയർ ആവും. പിന്നെ ഏറ്റവും കൂടുതലുള്ള ബ്രഷിങ് രാവിലെയും വൈകുന്നേരവും നമ്മൾ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അതായിരിക്കും ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും. ബ്രഷിങ്ങിനോട് അനുബന്ധിച്ച് തന്നെ ഡോക്ടർ, ഈ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടി പലപ്പോഴും അതിലെ കൗതുകമുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ടൂത്ത് പേസ്റ്റിന് വേണ്ടി വാശി പിടിച്ച് കരയാറുണ്ട്. ഈ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ച് പറയാം. ടൂത്ത് പേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ടൂത്ത് പേസ്റ്റ്, ചിൽഡ്രൻസ് ടൂത്ത് പേസ്റ്റ് ഇപ്പോൾ നമുക്ക് ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് നമ്മുടെ ഷോപ്പിലൊക്കെ ഇരിക്കുന്ന കാണാം. അതിപ്പോൾ 0 to 2 years അല്ലെങ്കിൽ 2 to 7 years. 7 years കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡൽട്ട് ടൂത്ത് പേസ്റ്റും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 0 to 2 years എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഈ ഫ്ലൂറൈഡ് ഫ്രീ ആയിരിക്കണം എപ്പോഴും. ഫ്ലൂറൈഡ് ഫ്രീ എന്ന് പറഞ്ഞാൽ അവർ മിഴുങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ വലിയ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞ വേറെ കോംപ്ലിക്കേഷനൊന്നും വരത്തില്ല. അപ്പോൾ അവർ മിഴുങ്ങിയാലും കുഴപ്പമില്ല. ടൂത്ത് പേസ്റ്റ് അബ്രേസീവ് ലെസ് ആയിരിക്കും, ലെസ് അബ്രേസീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ അങ്ങനെ പല്ല് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഓൾറെഡി പാൽപ്പല്ല് നല്ല വെളുത്ത പേളി വൈറ്റ് കളറാണ്. ഇപ്പോൾ പെർമനൻറ്റ് ടീത്തിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത് വരുന്ന സെറ്റാണ് കുറച്ചും കൂടെ ഒരു മഞ്ഞിപ്പുള്ള യെല്ലോയിഷ് വൈറ്റാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ മൈൽഡായിരിക്കും. പിന്നെ ടൂത്ത് ബ്രഷ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ക്വാണ്ടിറ്റിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊരു ചെറിയ സ്മിയർ ലെയർ ആ ഒരു ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ ഫിംഗർ ബ്രഷ്, കുഞ്ഞു ഇൻഫൻസ് ആണെങ്കിൽ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്യാം. അത് അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ 1 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് കുഞ്ഞ് ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു സ്മിയർ ലെയർ എടുക്കുക, എന്നിട്ട് തേപ്പിക്കുക. അപ്പോൾ അത് പിന്നെ ഒരു 2.5 വയസ്സ് തുപ്പാനായിട്ട് ആവുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സൈസ് ഒന്ന് കൂട്ടാം. ഒരു പീ സൈസ് അല്ലെങ്കിൽ ഒരു കപ്പലണ്ടിയോ ഒരു നമ്മുടെ കടലയിലൊക്കെ സൈസ് ചെറുതെടുക്കുക, യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി അവരൊരു 6-7 years ആകുമ്പോഴത്തേക്കും നമുക്കൊരു അഡൽട്ടിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടറെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. തീർച്ചയായും. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യപാഠം തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ച് നിർത്തിയത് കുട്ടികളുടെ ബ്രഷിങ് ചെയ്യേണ്ട സമയക്രമം, എത്തരത്തിലാണ് ബ്രഷ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് വന്നത്. അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റും ഈ കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ പലപ്പോഴും ഈ കുട്ടികൾ ഈ അച്ഛനമ്മമാർ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ചിലപ്പോഴെങ്കിലും എടുത്ത് ഒരു കൗതുകത്തിന് വേണ്ടി ഉപയോഗിക്കുകയും പിന്നീട് അത് തുപ്പിക്കളയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ആ മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം. നമ്മുടെ അഡൽട്ട് മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റിലുള്ള മെയിൻ വ്യത്യാസം എന്നാണ് അതിൻ്റെ ഫ്ലൂറൈഡ് കണ്ടൻറ്റാണ്. ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഒരു 1000 to 1400 ppm വരെ ഹെവി ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് അത് ഫ്ലൂറൈഡ് ഫ്രീ ആയിരിക്കും. ഇപ്പോൾ ഈ 1 വയസ്സ് 1.5 വയസ്സ് അവരെപ്പോഴും നമ്മളെ കണ്ടാൽ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ഫ്ലേവർ മെയിൻലി അവർക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം കാണും. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്നുവെച്ചാൽ ഇവർ മിഴുങ്ങുമ്പോൾ അതൊരു ഡെയിലി ബേസിസിൽ പോയാൽ അവർക്ക് അത് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ മെയിനായിട്ടും അവരുടെ അഡൽട്ട് ടൂത്ത് പേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അബ്രേസീവ് നേച്ചർ കൂടുതലായിരിക്കും, ഈ ഫോം ചെയ്യുന്ന വരുന്ന കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ടൂത്ത് പേസ്റ്റ് വളരെ മൈൽഡാണ്. അപ്പോൾ അത് അവർക്ക് അത് ഉള്ളിപ്പോയാലും പ്രശ്നമില്ല. അപ്പോൾ അത് മാർക്കറ്റിൽ പോയി തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളുടെ ഏജ് എന്തായാലും ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നോക്കി ഏത് ഏജാണോ കറക്റ്റായിട്ട് നോക്കി വാങ്ങുക, യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും. ഡോക്ടർ, അതുപോലെ ഈ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സംശയമാണ് ഈ കുട്ടികളിൽ പല്ലിളകുന്ന ഒരു പ്രായം എന്താണ് എന്നുള്ളത്. ഇപ്പോൾ പല്ലിളകുന്നില്ല, ചിലർ പറയാറുണ്ട് ചില പ്രായത്തിൽ പർട്ടിക്കുലർ ഏജിൽ പല്ലിളകേണ്ടതാണ്, പക്ഷേ ഇതുവരെയ്ക്കും പല്ല് ഇളകിയിട്ടില്ല. ഈ പല്ലിളകേണ്ട പ്രായം എന്താണ്? ഈ പല്ലിളകുന്ന സമയത്തൊക്കെ മാതാപിതാക്കൾ അമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് പറയാം.
പല്ല് ഇളകേണ്ട പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു അറൗണ്ട് ഒരു 6 years, ഒരു 5.5 to 6.5 എന്ന് ഒരു ആവറേജ് വെക്കാം. അപ്പോൾ അത് സാധാരണ ലോവർ ഫ്രണ്ട് ടീത്ത് ആ പല്ലായിരിക്കും ആദ്യമേ വന്നതും ആദ്യമേ പോകുന്നതും. ഇപ്പോൾ 6 മാസം തൊട്ട് 8 മാസം വരെയുള്ള കുഞ്ഞിന് വരുന്ന ഫസ്റ്റ് ടീത്ത് ഫ്രണ്ട് ലോവർ ടീത്തായിരിക്കും. അപ്പോൾ അത് പോകുന്നതും ഒരു ഏകദേശം ഒരു 5.5 to 6.5 ഏജ് ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ അത് പോകുമ്പോൾ അത് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ചില കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റും ഉള്ളിൽ സെക്കൻഡ് സെറ്റ് ഓഫ് ടീത്ത് പെർമനൻറ്റ് ടീത്ത് ഉള്ളിൽ പാൽപ്പല്ല് പോവാതെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കയറി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ആ പല്ല് ഊരിക്കൊടുക്കുന്നതായിരിക്കും നല്ലത്. പാൽപ്പല്ല് അപ്പോൾ പാൽപ്പല്ല് ഊരിക്കൊടുക്കുമ്പോൾ കുട്ടികൾ പെർമനൻറ്റ് ടീത്തിനെ തന്നെ നാക്കുകൊണ്ട് തന്നെ പുഷ് ചെയ്ത് നമുക്ക് ആ ഫ്രണ്ടിലോട്ട് അലൈൻമെൻറ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഡിലേഡ് ആയിട്ട് ചിലപ്പോൾ പല്ല് പോവാത്ത കണ്ടീഷൻസ് വരാം. അപ്പോൾ പല്ല് പോവാത്ത ഇപ്പോൾ ഒരു +1 year ഒക്കെ ആണെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ല. അതല്ല അങ്ങ് 8 വയസ്സായിട്ടും താഴത്തെ പല്ല് പോകുന്നില്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ ഒന്ന് കാണിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഡി ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെന്നോ അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ മെയിനായിട്ടും അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റ്, ന്യൂട്രീഷൻ, മുമ്പ് പറഞ്ഞ കാൽഷ്യം കണ്ടെയ്നിങ് ഫുഡുകൾ, പാല്, ചീസ്, പനീർ, ഇതെല്ലാം നേരത്തെ തന്നെ നല്ലോണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സോയ, ഫിഷ്, ഓറഞ്ച് ജ്യൂസ്, ഒത്തിരി വൈറ്റമിൻ സി കണ്ടൻറ്റുള്ള ഫുഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നല്ല പല്ല് വരുത്താൻ പറ്റും. തീർച്ചയായിട്ടും. ഡോക്ടർ, ഈ അമ്മമാരൊക്കെ പറയുന്നൊരു സംശയമാണ്, എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ മകൾക്ക് പല്ല് ഇളകിപ്പോയിട്ട് പല്ല് വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് പല്ല് വരുന്നില്ല. ഇങ്ങനെ പല്ല് ഇളകിപ്പോയ പല്ല് വരാൻ താമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സെയിം ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ടും വരുന്നത്. ഒന്നീ വേണമെങ്കിൽ ജനറ്റിക്കായിട്ട് വല്ല ഫാക്ടേഴ്സ് കാണും പല്ല് താമസം വരാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിലിരിക്കുന്ന പല്ലിൻ്റെ മോർഫോളോജിക്കൽ എന്തെങ്കിലും ഷേപ്പ് നോർമലിനെക്കാട്ടിലും ഇച്ചിരി വ്യത്യാസം കാണും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കാൻ പറ്റുന്നത് ഒരു എക്സ്റേ എടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ. നമുക്കിപ്പോൾ പല കാര്യങ്ങളിലും കാണാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ട് പല്ലിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പറയും ഒരു സൂപ്പർ ന്യൂമറി ടീത്ത് എന്നുവെച്ചാൽ നമ്മുടെ നോർമൽ പല്ലുകൾ വരുന്നതിനേക്കാൾ ഒരു 32 പല്ല് ഉള്ളതിനേക്കാളും ഒരു എക്സ്ട്രാ പല്ലുകൾ ചിലപ്പോൾ ഫ്രണ്ടിൽ ഒരു വേണമെങ്കിൽ ഒളിച്ചിരിക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ അടുത്ത പല്ലിനെ വരാനായിട്ട് തടസ്സപ്പെടുത്താം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ തടസ്സപ്പെടുത്തുന്ന പല്ല് ആ ഒരു ഫോം അത് വേണ്ടാത്തതാണ്. അതങ്ങ് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അടുത്ത പല്ല് നേരെ അങ്ങ് കയറി വരും. അപ്പോൾ അങ്ങനെ വേണം ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്, കുട്ടികളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അവരൊരു ഇനീഷ്യൽ എക്സ്റേ ഇവാലുവേഷൻ നടത്തും. നമുക്കറിയാൻ പറ്റും ഈ അടുത്ത പല്ല് ഏത് ലെവലിലാണ് കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ഗം ലൈനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് താന്നായിരിക്കും. ഇപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഇൻ്റർവീൻ ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും. ഡോക്ടറെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വിശദമായി സംസാരിക്കാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. വിശപ്പും ദാഹവും പൊറുത്തുകൊള്ളാം ഞാൻ, പൊറുത്തുകൊള്ളാമേ വിയർപ്പും ക്ഷീണവും പൊറുക്കരുതയ്യോ, പരിതൃപ്തമാകാതെരിയും ജിജ്ഞാസ വളർത്തിടും ദാഹം. ചൂഴവും പഞ്ചഭൂതങ്ങൾ തന്നുന്മത്ത കോലാഹലം, ശ്യാമസുന്ദര നിൻ മുടിപ്പീലി ഞാനോർത്തിരിക്കുന്നു. ഉല്ലേഖം എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യപാഠം തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ കുട്ടികളുടെ പല്ല് പൊട്ടിപ്പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, ഇപ്പോൾ നഴ്സറിയിലൊക്കെ പഠിക്കാൻ പോയിട്ട് കുട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഒരുപക്ഷെ വീണിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പല്ല് പൊട്ടിപ്പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ കുട്ടികളുടെ പല്ല് പൊട്ടിപ്പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫർദറായിട്ടുള്ള ചികിത്സ? അതിനെക്കുറിച്ചൊന്ന് പറയാം. പല്ല് പൊട്ടിപ്പോവുകയാണെങ്കിൽ പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ആ പൊട്ടുന്നതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ചെറിയൊരു പൊട്ടൽ അതിൻ്റെ എഡ്ജിൽ നിന്ന് വല്ലതും ഫ്രണ്ട് പല്ല് തട്ടി പൊട്ടുകയാണെങ്കിൽ നമുക്കത് നോർമലി അത് ബിൽഡ് ചെയ്ത് ആ അടുത്ത പല്ലിനെ പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല കുറച്ചും കൂടെ ഡീപ്പായിട്ട് പൊട്ടുവാണെങ്കിൽ, ഇപ്പോൾ കുഞ്ഞിൻ്റെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ പല്ല് തന്നെ 3 ലെയറായിട്ടാണ്. ഫസ്റ്റ് ഏറ്റവും വലിയ ലെയറാണ്, ആദ്യത്തെ ലെയറാണ് ഇനാമൽ. അതിൻ്റെ ഉള്ളിൽ ഡെൻറ്റിൻ എന്ന് പറഞ്ഞൊരു ലെയറുണ്ട്. പിന്നെയാണ് വരുന്ന പൾപ്പ് ടിഷ്യൂ ആണ് ഈ വേരുകൾ. അപ്പോൾ ഈ വേരുകൾ വേറെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ പല്ല് ഏകദേശം
പെയിൻഫുൾ ആവാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്, വേദനയും കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് പൾപ്പ് തെറാപ്പി. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പൾപ്പെക്ടമി, പൾപ്പോട്ടമി ഒക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് ഇതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് ക്യാപ്പ് നമുക്ക് വൈറ്റ് കളർ ക്രൗൺ തന്നെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും, സിർക്കോണിയ ക്രൗൺ തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ പൊട്ടിപ്പോയി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഊരി പോവുകയാണെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ പാൽപ്പല്ലാണെങ്കിൽ ഫുള്ളായിട്ട് ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അത് റീഫിക്സ് ചെയ്യാനായിട്ട് അത്ര അഡ്വൈസബിൾ അല്ല. പക്ഷേ പെർമനൻറ്റ് ടീത്താണെങ്കിൽ നമുക്കത് റീഫിക്സ് ചെയ്ത് വരുന്ന നമ്മൾ കൂടുതൽ അത് ഡ്രൈ ആയിട്ട് വരാതെ അതൊന്നൊരു വെറ്റ് മീഡിയത്തിൽ ഇട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ അതൊരു ഉപ്പുവെള്ളം ആവാം, അല്ലെങ്കിൽ പാലാവാം, ഏറ്റവും ബെസ്റ്റ് പാലാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് തിരിച്ച് വായിൽ അത് റീഫിക്സ് ചെയ്തിട്ട് നമുക്കത് വീണ്ടും അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്, നമുക്കായിരുന്നു. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, സാമൂഹ്യപാഠമാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? സാർ, എൻ്റെ പേര് രവീന്ദ്രൻ. ഓക്കെ സാർ, എവിടുന്നാണ് സാർ വിളിക്കുന്നത്? പാലക്കാട്. ഓക്കെ സാർ, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. ചോദിച്ചോളൂ സാർ, വ്യക്തമായി കേൾക്കുന്നുണ്ട്. രവീന്ദ്ര സാർ ചോദിച്ചോളൂ. കുട്ടിക്ക് 8 വയസ്സായിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഫ്രണ്ട് പല്ല് നല്ല ഗ്യാപ്പും പൊന്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ പല്ലുകള് കുറച്ച് കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ചിലപ്പോ ഉറക്കത്തിൽ വായി തുറന്ന് ഉറങ്ങാറുണ്ട് കുട്ടി ഇപ്പഴേ. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത്? തീർച്ചയായിട്ടും ഈ പല്ലൊക്കെ പോകുന്ന പറഞ്ഞത്. അല്ല, നമ്മളത് 8 വയസ്സ് ഫ്രണ്ട് പല്ല് ഉന്തിയിരിക്കുക എന്ന് പറയുമ്പോൾ അത് നോർമലി രണ്ടാമത് വന്ന പല്ലായിരിക്കും, രണ്ടാമത് വന്ന ഫ്രണ്ട് പല്ല്. അതെ. അപ്പോൾ അത് എന്തുകൊണ്ട് രണ്ട് പല്ല് അതിന്. അപ്പോൾ എന്തുകൊണ്ട് വാ തുറന്ന് ഉറങ്ങുന്നു എന്നുള്ള ആദ്യമേ നമ്മളൊരു ENT ഡോക്ടറെ കാണിക്കണം. ENT ഡോക്ടറെ കാണിച്ചിട്ട് നമ്മുടെ എയർവേ, നമ്മുടെ ശ്വാസം എടുക്കുന്ന പാത്ത് ക്ലിയർ ആണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഗ്രോത്ത്, അഡിനോയിഡോ ടോൺസിൽ ഗ്രോത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ENT ഡോക്ടറെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ പല്ല് നമുക്ക് അലൈൻമെൻറ്റൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഈ മോണ ആർച്ച് വളരെ കുഞ്ഞായിരിക്കും. അപ്പോൾ അടുത്ത വരുന്ന പല്ലിന് സ്ഥലം കാണാൻ വരത്തില്ല. വാ തുറന്ന് ഉറങ്ങുന്ന കുട്ടികളുടെ മോണ ചെറിയ മോണയാവുന്നതുകൊണ്ട് അവർക്കത് പല്ല് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ മുന്നോട്ട് തള്ളി വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം നമ്മളത് സ്പോട്ട് ചെയ്തിട്ട് ബാക്കി ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആർച്ച് വലുതാക്കാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഈ പ്രായത്തിലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് അഡൽറ്റ് ഒരു വലിയ ആളാവുന്നവരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോഴേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ രവീന്ദ്ര സാർ, മനസ്സിലായി തരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പല്ലിളകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ കുട്ടിയുടെ വായ്ക്കകത്തെ പല്ലിന് ചെറിയൊരു അനക്കം സംഭവിച്ചാൽ തന്നെ നമ്മളിപ്പോൾ ചില നാടൻ ശീലങ്ങളൊക്കെ അനുസരിച്ച് പല രീതിയിലും ആ പല്ലിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അനങ്ങുന്ന ചെറിയ പല്ലിനെ നൂലൊക്കെ കെട്ടി അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഒരു നാട്ടാചാരമൊക്കെ അനുസരിച്ച് ചെയ്യാറുണ്ട്. കുട്ടിയുടെ പല്ല് അനങ്ങി തുടങ്ങിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. അനങ്ങി തുടങ്ങിയ ഏറ്റവും കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങളോട് തന്നെ പറയാം അനക്കിക്കൊള്ളാനായിട്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അവരുടേതായിട്ടുള്ള സ്വന്തം വാ ആവുന്നുണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് ഒരു ഫോഴ്സ് ഇടുന്നതിനെക്കാട്ടിലും അവരുതായിട്ട് നാക്ക് വെച്ച് അനക്കുവോ അവരുടെ കൈ വെച്ച് അനക്കുവോ ലാസ്റ്റിൽ അവർ തന്നെ മിക്കവാറും കുഞ്ഞുങ്ങളും അവർ തന്നെ പല്ല് ഊരിക്കൊണ്ട് വരും. അപ്പോൾ നമ്മൾ ആ പല്ല് ഊരിയെടുത്ത് നോക്കിയാൽ നമുക്ക് അടുത്ത പല്ലിൻ്റെ ഹെഡ് കാണാൻ പറ്റും. അപ്പോൾ അല്ലാതെ നമ്മൾ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഓവറായിട്ട് ചെയ്താൽ ചിലപ്പോൾ അത് ഒത്തിരി ബ്ലീഡിങ് വരാനൊക്കെ സാധ്യതയുണ്ട്. നമുക്കത് വേറെ കുഞ്ഞല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോഴ്സ് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടൈം ആകുമ്പോൾ അതങ്ങ് ഇളകിപ്പോവും. തീർച്ചയായിട്ടും. ഈ കുട്ടികളുടെ ദന്താരോഗ്യത്തെക്കുറിച്ച്, കുട്ടികളുടെ പല്ലുകളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവായിട്ടുണ്ടാകുന്നൊരു സംശയമാണ് ഈ പാൽപ്പല്ല്, പെർമനന്റ് പല്ല്. ഈ പാൽപ്പല്ലും ഈ പെർമനന്റ് പല്ലും തമ്മിലുള്ള പൊതുവായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയാമോ? പാൽപ്പല്ലും പെർമനന്റ് പല്ലും നല്ല വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടറിയാം കുഞ്ഞു പല്ലാണ്. നമുക്ക് അത് സംസാരിക്കാം. നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈൻ ചേരുകയാണ്, നമുക്ക് ആരാ നോക്കിയിട്ട് സംസാരിക്കാം. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ ജബ്ബാർ പാണത്തൂരാണ്. ഓക്കെ സാർ, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. സാറിന്റെ സംശയം ചോദിക്കും. ഞാൻ ചോദിച്ചത് എന്റെ മോനുണ്ട്, അവന് 5 വയസ്സായേ. ഓക്കെ. അപ്പം മോളത്തെ ഭാഗത്തായിട്ട് ഒരു മോനെ ഒരു പല്ല് കൂടുതലുണ്ട്. ഓക്കെ. മോള് പല്ല് ഒടിഞ്ഞോ? മനസ്സിലായില്ല. ഇല്ല, ഒടിഞ്ഞിട്ടൊന്നുമില്ല, കൂടുതൽ ഒരു പല്ല് പുറത്തേക്ക് നല്ല കൂടുതലായിട്ട് നിൽക്കുവാണേ. ക്ലിയർ ആവുന്നു.
എക്സ്ട്രാ പല്ല് വന്നു എക്സ്ട്രാ ഓക്കെ പറഞ്ഞോളൂ ജബ്ബാർ സാർ പറഞ്ഞോളൂ. അപ്പൊ സാർ അത് എങ്ങനെ, അത് എടുത്തു കളയണോ അതോ അതിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല, അത് എന്താണെന്ന് നോക്കണം. അത് എന്താ, ഇപ്പോൾ രണ്ടാമത്തെ ഒരു പല്ല് മേളിൽ നിന്ന് കിളിച്ച് വരുവാണെങ്കിൽ അത് ചിലപ്പോൾ രണ്ടാമത്തെ സെറ്റ് പല്ലിൻ്റെ ഒരു ഭാഗമാകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഒന്ന് എക്സ്റേ എടുത്തിട്ട് ഈ പാൽപ്പല്ല് പോവാറായിട്ടുണ്ടെങ്കിൽ അതങ്ങ് അപ്പം തന്നെ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മേളിൽ നിന്ന് പൊങ്ങി വരുന്ന പല്ല് അതിൻ്റെ ആ പൊസിഷനിലോട്ട് ഒന്ന് ഇറങ്ങി ചേർന്നോളൂ. പുറത്തുള്ള ഉള്ളിലുള്ള പല്ലിട്ടുകളാണോ അല്ലേ? പാൽപ്പല്ല് അത് എടുക്കുവാണെങ്കിൽ എടുത്ത് അടുത്ത പല്ല് വന്നിട്ടുണ്ടെങ്കിൽ പാൽപ്പല്ല് റിമൂവ് ചെയ്യുന്നതിന് തെറ്റില്ല. ശരി സാർ, ഓക്കെ സാർ. പല്ലിന് കമ്പി ഇടേണ്ടി വരുമോ? വേണല്ലോ. ഇല്ലില്ല, കമ്പി ഇപ്പോൾ ഈ 5 വയസ്സുള്ള കുട്ടിക്ക് കമ്പി ഇടാൻ പറ്റത്തില്ല. ഓക്കെ സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് നന്ദി. നമ്മുടെ ജബ്ബാർ സാറ് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിക്കാൻ വന്നത് ഈ പാൽപ്പല്ലും പെർമനന്റ് പല്ലും തമ്മിലുള്ള വ്യത്യാസം. നല്ല വ്യത്യാസമാണ്. പാൽപ്പല്ല് നമ്മളിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ചെറിയൊരു പല്ലാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ മുമ്പ് ഇടയ്ക്ക് വെച്ചൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു, നമ്മുടെ പല്ലിലുള്ള ലെയറിങ്. ഇപ്പോൾ ഈ ഇനാമലാണ് ഏറ്റവും വലിയ ഹാർഡായിട്ടുള്ളത്, പിന്നെ ഡെൻറ്റീൻ വരും, പിന്നെ പൾപ്പ് വരും. അപ്പോൾ അതിൻ്റെ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പാൽപ്പല്ലിൽ ഇനാമൽ ലെയർ തിന്നാണ്, വളരെ കനം കുറഞ്ഞതുമാണ്. അതേപോലെ ഡെൻറ്റീനും പൾപ്പും. പെർമനൻറ്റ് ടീത്ത് വരുമ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ മച്ചുവേർഡാണ്, ഹാർഡാണ്, അപ്പോൾ തിക്നെസ് കൂടും, അപ്പോൾ വലിയ പല്ലായതുകൊണ്ട്. പിന്നെ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഇവരുടെ കളറിങ്. ഇപ്പോൾ പാൽപ്പല്ല് നല്ല വൈറ്റ് കളറായിരിക്കും. എന്നാൽ അടുത്ത വരുന്ന പല്ല് മിക്ക പേരൻസിനുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ട് അടുത്ത പല്ല് അത്രയും പാൽപ്പല്ല് പോലെ കളർ വരുത്തുന്നത്. പക്ഷേ അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പെർമനൻറ്റ് ടീത്ത് എപ്പോഴും കുറച്ചും കൂടെ ഒരു ഓഫ് വൈറ്റ് കളറായിരിക്കും. പിന്നെ ഡിഫറൻസ് വരുന്നതാണ് ഇവരുടെ നമ്പറിങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ പാൽപ്പല്ല് 20 എണ്ണമേ ഉള്ളൂ, പെർമനൻറ്റ് ടീത്ത് എന്ന് പറഞ്ഞാൽ 32 പല്ലുണ്ട്. ഇപ്പോൾ പാൽപ്പല്ലി നോക്കുമ്പോൾ നമ്മുടെ മേളിൽ 10, താഴെ 10. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെർമനൻറ്റ് രണ്ടാമത് വരുന്ന പല്ലാണെങ്കിൽ മേളിൽ 16ഉം താഴെ 16ഉം അങ്ങനെയാണ് വരുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ, ഇപ്പോൾ ഈ പല്ലുകൾക്ക് അനാരോഗ്യം സൃഷ്ടിക്കുന്ന ഒട്ടനവധി ഹാബിറ്റുകളുണ്ട്. ഈ കുട്ടികൾ അനുശീലിച്ചു പോകുന്ന കുറച്ച് ഏറെ ഹാബിറ്റുകൾ, ഇപ്പോൾ വാ തുറന്ന് ഉറങ്ങുക, ഈ വിരൽ കടി, അങ്ങനെ ആ രീതിയിലുള്ള ഒരുപാട് മോശം സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഹാബിറ്റുകളെ കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കായി വിശദമാക്കാം. ഹാബിറ്റ്സ് നമ്മൾ സാധാരണ കുട്ടികളിൽ മെയിനായിട്ടും കാണുന്നത് ഈ വാ തുറന്ന് ഉറങ്ങുന്ന ഒരു ശീലമാണ്. അപ്പോൾ വാ തുറന്ന് ഉറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ മുമ്പ് നമ്മുടെ ഒരു കോളർ ചോദിച്ച പോലെ പല്ല് ഉന്തി വരുന്നു, വാ തുറന്ന് ഉറങ്ങുന്നു. അപ്പോൾ അത് വാ തുറന്ന് ഉറങ്ങുന്നതിന് ഉള്ളിൽ വല്ല തടസ്സങ്ങൾ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നീ അഡിനോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് വരാം, മൂക്കിൻ്റെ പാലം ചിലപ്പോൾ ചെറുതായിട്ട് വളഞ്ഞിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദശ വരും, അങ്ങനെ. അപ്പോൾ അത് ENT ഡോക്ടറെ കാണിച്ചിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് പിന്നെ നമുക്ക് പല്ലിലോട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് നമുക്ക് സാധാരണ ഈ ഹാബിറ്റ്സ് ഉള്ള കുട്ടികൾക്ക് പല്ലുന്തൽ വളരെ കോമൺ. അപ്പോൾ അത് ഉന്തി വരുന്ന കാരണവും ഈ ആർച്ച് ഫോം, നമ്മുടെ ഈ വിത്ത്, ഈ യു ഷേപ്പ് എന്നുള്ള വിത്ത് കുറച്ച് കുറയുമ്പോഴാണ് ഈ ഫ്രണ്ട് പല്ല് ഉന്തി വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ആർച്ച് ഫോമിനെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ അതിന് വേണ്ടി എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കാനുള്ള അപ്ലയൻസസ്, റിമൂവബിൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് പെയിൻലെസ് ആയിട്ടുള്ള അപ്ലയൻസസ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പല്ല് കുറച്ചും കൂടെ കറക്റ്റായിട്ട് വന്ന് ചേർന്നോളും. പിന്നെ മെയിനായിട്ടും കാണുന്നതാണ് നമ്മുടെ ഈ കൈ കുടിക്കുന്ന സ്വഭാവം. ഇപ്പോൾ കൈ കുടിക്കുന്ന കുഞ്ഞു പിള്ളേർ അവർ പറയുന്ന 4 ഇയേഴ്സ് വരെ, 4 വയസ്സ് വരെയൊക്കെ അലോബിളാണ് അവരുടെ ആ ഒരു മെൻ്റൽ ഗ്രോത്തിനും അവരുടെ ചിന്തിക്കാനും. അവർ കൈ കുടിക്കുന്ന ഒരു സേഫ് സോണിലോട്ട് വരാനായിട്ട് വേണ്ടിയിട്ടാണ് എപ്പോഴും ഒന്ന് കാം ചെയ്യാൻ. അപ്പോൾ അതൊരു 2 ഇയേഴ്സ് കഴിഞ്ഞ മുതലേ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അത് നിർത്താനുള്ള ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് കൈ കുടിക്കുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ചിലപ്പോൾ ഒരു ഗിഫ്റ്റോ ടോയ്സോ അങ്ങനെ കുടിക്കാതെ വരുമ്പോൾ നമുക്ക് പൊതുവേ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ പിന്നെ വെളിയിൽ പോകുമ്പോൾ കുടിക്കത്തില്ല, വീട്ടിലേക്ക് മാത്രം വരുമ്പോൾ കുടിക്കും. അത് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അവർ പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ മാത്രമേ കുടിക്കത്തുള്ളൂ, ബാക്കി ഡേ ടൈമിൽ കുടിക്കത്തില്ല. അങ്ങനെ നമുക്ക് പയ്യെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഈ കൈകുടിയുടെ ശീലം മാറ്റാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ളത് ഈ കൈ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ തമ്പ്, സാധാരണ ലെഫ്റ്റോ റൈറ്റോ തമ്പാണ് കൂടുതൽ കുട്ടികളും കുടിക്കുന്നത്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ഈ തമ്പ് നമ്മുടെ ഈ പാലറ്റ് അല്ലെങ്കിൽ അണ്ണാക്കിലോട്ട് പ്രസ് ചെയ്താൽ അവരിങ്ങനെ സക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കുഴിഞ്ഞ പാലറ്റ്, ഹൈ പാലറ്റ് വരും. അപ്പോൾ അങ്ങനെയും ഈ സ്പേസിങ് ഇഷ്യൂസ് വരാം, പല്ലുന്തൽ വരാം, അങ്ങനെ അതും നമുക്ക് ട്രീറ്റബിളാണ്. പിന്നെ മെയിനായിട്ടും വരുന്ന ഒരു ഹാബിറ്റാണ് ഈ നാക്ക് തള്ളി സംസാരിക്കുക. അപ്പോൾ അത് ടങ് ട്രസ്റ്റ്. അപ്പോൾ ഈ നമ്മൾ ഫ്രണ്ട് പല്ല് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് വന്ന് ചേരാം.
അപ്പോൾ അതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. ഡോക്ടർ, നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈനിച്ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സാറേ, എൻ്റെ പേര് സാബു എന്നാണ്. എവിടെ നിന്നാണ് സാർ വിളിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്ന്. ഓക്കെ സാർ, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിച്ചു. എന്റെ മോന് 9 വയസ്സുണ്ട്. മോന്റെ ആദ്യത്തെ ആ പല്ല് പൊടിഞ്ഞു പോയ ശേഷം രണ്ടാമത് കിളിച്ചു വന്ന പല്ല് സ്വാഭാവികമായിട്ട് വലിപ്പമുണ്ട്. വലിപ്പം മാത്രമല്ല, ഫ്രണ്ടിൽ. അപ്പൊ അത് 2 ദിശയിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പം വായ അടയ്ക്കുന്നതിന് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വായ അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത് കമ്പി ഇട്ടാൽ ശരിയാവുമോ, അതോ അകത്ത് എന്തെങ്കിലും മോണയ്ക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുമോ? അങ്ങനെ ഈ ചെറുപ്പത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇത് നോർമലി ഇപ്പോൾ വന്നിരിക്കുന്ന സൈസ് വലുതായിരിക്കുന്ന കാര്യമാക്കണ്ട. കാരണം അത് പല്ല് ലൈഫ് ലോങ് ഇരിക്കേണ്ട പല്ലാണ്. അപ്പം അതിൻ്റെ കൂടെ മുഖം ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ 9 വയസ്സിൽ ചെറുതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു മാൽ അലൈൻമെൻറ്റ് എന്ന് പറയും, ഈ നിരതെറ്റി വരുന്ന പല്ലിന്. അപ്പോൾ നിരതെറ്റി വരാനായിട്ട് ഇരിക്കാനായിട്ട് ചിലപ്പോൾ മോൻ്റെ ഈ ആർച്ച് സൈസ് കുറവായിരിക്കും. അപ്പോൾ ആർച്ച് സൈസ് കൂട്ടാനായിട്ടുള്ള നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പി ഇടുന്നത് നമുക്ക് എപ്പോഴും ഒരു 13-14 വയസ്സിൻ്റെ ശേഷം, അടുത്ത സെറ്റ് പല്ലെല്ലാം വന്നതിൻ്റെ ശേഷമേ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ബ്രേസസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഗ്രോയിങ് ഏജിൽ നമുക്ക് ഈ അപ്ലയൻസ് കൊണ്ട് മോണ വലുതാക്കി കൊടുത്താൽ ഇത് കുറച്ചും കൂടെ സിവിയർ ആവാതെ, വഷളാവാതെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ സാർ, ഓക്കെ സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ സാബു സാറ് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ദന്താരോഗ്യത്തെ അനാരോഗ്യകരമായിട്ട് ബാധിക്കുന്ന കുട്ടികളിലുണ്ടാകുന്ന ശീലങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ചോദിക്കുകയാണ്, ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ഈ കൂർക്കമ്പലി, ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ഈ കൂർക്കമ്പലി എത്രത്തോളമാണ് പല്ലുകളുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നത്? അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എത്തരത്തിലാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാം. കൂർക്കമ്പലിയുടെ മെയിൻ റീസൺ ആണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൻ്റലി പോകുന്നതിന് മുമ്പ് തന്നെ കൂർക്കം വലിക്ക് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ വായിക്കൂടെ ശ്വസിക്കുന്ന ഒരു ഹാബിറ്റ് വരുമ്പോഴാണ് കൂർക്കം വലിക്കുന്നത്. അപ്പോൾ മീൻസ് നേസൽ പാത്വേ അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേസൽ പാത്വേ ക്ലിയർ ആക്കി ENT ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നേസൽ പാത്വേ ഇവാലുവേറ്റ് ചെയ്ത് അവർ എന്താണോ അതിൻ്റെ തടസ്സമുള്ളതെന്നുള്ളതിൻ്റെ നമുക്കൊരു റിപ്പോർട്ട് തരും. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവരുടെ ഇൻ്റർവെൻഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഡെൻ്റലിലോട്ട് വരാം. അപ്പോൾ ഡെൻ്റലിലോട്ട് വരുമ്പോൾ കാരണം മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ വാ തുറന്നുറങ്ങുമ്പോൾ ഈ സലൈവ കുറവായിരിക്കും രാത്രിയിൽ. അപ്പോൾ വാ മൊത്തം ഡ്രൈ ആവാം. അപ്പോൾ ഡ്രൈ ആകുമ്പോഴത്തേക്കും ഈ അഴുക്കുകൾ നമ്മുടെ പല്ല് കേടാവാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ വേറെ ഉള്ള കാര്യം, പല്ല് ഉന്തി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മളൊരു പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത് ഒരു ENT ഡോക്ടറെ കണ്ടിട്ട് ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റും പാരലലി കാണുക. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന് കുട്ടിയുടെ ഏജ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും. ഈ പാൽപ്പല്ലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പാൽപ്പല്ല് സാധാരണ പ്രായത്തിന് മുമ്പേ കേടായിപ്പോയാൽ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് പറയാം. പാൽപ്പല്ല് സാധാരണ നമുക്ക് ഓരോ പല്ലിനും ഓരോ ഏജ് ഉണ്ട്. അപ്പോൾ ആ ഏജിനേക്കാട്ടിലും മുമ്പേ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ആസ് എ ഡോക്ടർ നമ്മൾ ചെയ്യുമ്പോൾ ആ അടുത്ത പല്ലിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കും, അത് വരാറായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ വരാനായിട്ട് ലെവലിൽ നിൽക്കുന്ന പല്ലാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല കുറച്ച് താന്ന് നിൽക്കുക, അല്ലെങ്കിൽ മുകളിലത്തെ പല്ലാണെങ്കിൽ കുറച്ചും കൂടെ ഇറങ്ങാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു അപ്ലയൻസ്, അതിന് പറയുന്നത് സ്പേസ് മെയിൻറ്റെയിനർ എന്നാണ്. ആ അപ്ലയൻസ് നമ്മൾ പുറയിലത്തെ ഉള്ള പല്ലിലോട്ട് അങ്ങ് ഫിക്സ് ചെയ്യും. അപ്പോൾ ആ ഒരു 2 പല്ലിൻ്റെയും ഇടയിലെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അടുത്ത പല്ല് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിലോട്ട് വന്ന് ചേർന്നോളും. അപ്പോൾ അടുത്ത പല്ല് വരാറാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഹെഡ് കാണുമ്പോൾ നമ്മൾ പേരൻസിനെ ഇൻഫോം ചെയ്യും. വന്ന് ക്ലിനിക്കിൽ നമ്മൾ ഡെൻ്റൽ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ബാക്കി പല്ല് വന്ന് അങ്ങ് നോർമലായിട്ട് വന്ന് അങ്ങ് കയറിക്കോളും. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഡോക്ടർ, നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, സാമൂഹ്യ പാഠമാണ്. പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? പേര് റഷീദ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മഞ്ഞാടി. ഓക്കെ, ചോദിക്കൂ, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിച്ചോളൂ സാർ. സാർ ഒരു കാര്യം ചെയ്യാമോ? TV-യിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. ഓക്കെ, ഇവിടെ കേൾക്കുന്നുണ്ട്, സാർ ചോദിച്ചോളൂ. ചോദിച്ചോളൂ സാർ. ഹലോ സാറേ,
എന്റെ മോക്ക് 7 വയസ്സ് കഴിഞ്ഞ് 8 വയസ്സാവുള്ളൂ. ഓക്കെ അപ്പൊ ഇപ്പൊ പല്ല് പോയിട്ട് ഇപ്പൊ 1 വർഷം ആവാനായി. ഓക്കെ. അപ്പൊ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അതിന് കുഴപ്പമുണ്ടോ? ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നമ്മുടെ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് കുട്ടികളുടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. ആ ഏരിയയിൽ ഒരു എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അടുത്ത ലെവൽ പല്ല് ഉള്ളിലുണ്ടോ. ചിലപ്പോൾ ചില കേസിലൊക്കെ മിസ്സിങ് വരാം, പല്ലില്ലായ്മ വരാം. ചില കേസിൽ പല്ലുണ്ട് പക്ഷെ അത് കുറച്ച് താന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അത് ഡിലേ ഒരു 8 വയസ്സൊക്കെ. ഇത് ഏത് പല്ലാണ്? പുറയിലെ പല്ലാണോ ഫ്രണ്ടിലെ പല്ലാണോ? ഫ്രണ്ടിലെ പല്ലാണെങ്കിൽ നമ്മളൊന്ന് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യണം. വൈറ്റമിൻ ഡിയും ഹോർമോൺ തൈറോയിഡ് ഹോർമോണും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് കുറവാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കുക. അത് പല്ലിൻ്റെ ലെവൽ അറിഞ്ഞാലേ നമുക്ക് ഫേർദറായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാഡം, മനസ്സിലായിരുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പല വീട്ടിലും കാണുന്നതാണ് ഈ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ കുപ്പിയിൽ ജ്യൂസാകട്ടെ പാലാകട്ടെ ഒക്കെ രാത്രി കിടന്നുകൊണ്ട് കുട്ടിക്ക് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും പല വീടുകളിലും നമ്മൾ കാണാറുണ്ട്. ഇത് എത്രത്തോളമാണ് ഒരു അപകടകരമായിട്ട് മാറുന്നത് ഈ കുട്ടികളുടെ ഒരു ദന്താരോഗ്യത്തെയൊക്കെ സംബന്ധിച്ച്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അത് നമ്മൾ നോർമലി നമ്മളിപ്പോൾ ഫീഡിങ് ടൈം ഇപ്പോൾ രാത്രി പാൽ കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ അത് കഴിയുന്നത് ഒരു 2 years ഉള്ളിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് നോക്കേണ്ടത്. കാരണം കുഞ്ഞ് കുടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പാലൊക്കെ നമ്മുടെ ഫ്രണ്ട് പല്ലിൽ തങ്ങി നിൽക്കും. അത് വായിൽ പൂൾ ചെയ്യും. അപ്പോൾ പൂൾ ചെയ്യുമ്പോൾ കാരണം ഈ ഷുഗർ കണ്ടൻറ്റ്, പാലിൻ്റെ ഷുഗർ കണ്ടൻറ്റ് ഈ പല്ലിനെ ആക്ച്വലി പറഞ്ഞാൽ അത് സ്ട്രെങ്ത് കുറയ്ക്കും. അത് ഡീമിനറലൈസേഷൻ എന്ന് പറയാം ആ പ്രോസസ്സിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പിറ്റിംഗ് ആയിട്ട് ആദ്യമേ ഒരു കേട് കാണും, പിന്നെ അതങ്ങ് ഡീപ്പൺ ആവുക ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ അങ്ങനെ ഈ ആസിഡിക് ഫുഡ്, ഈ ജ്യൂസ് അങ്ങനെ ഇപ്പോൾ പാലാണെങ്കിലും നമ്മളത് പൊതുവേ വൈകുന്നേരത്തെ ബ്രഷിങ് കഴിഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും. ഈ ഡോക്ടർ, ഇപ്പോൾ ഈ കുട്ടികളുടെ ഈ പല്ലുകളിലെ ഈ പോടൊക്കെ പലപ്പോഴും കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് ഒരു 5 വയസ്സ് 6 വയസ്സാവുന്ന സമയത്തൊക്കെ നമ്മൾ ഈ കുട്ടികളിൽ ഈ പല്ലുകൾക്കിടയിലുള്ള പോട് കാണാറുണ്ട്. ഇവിടെ ഈ റൂട്ട് കനാൽ പോലുള്ള, ഇപ്പോൾ മുതിർന്നവർക്ക് നമ്മൾ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നത് അറിയാം. ഈ കുട്ടികൾക്ക് റൂട്ട് കനാൽ പോലുള്ള ചികിത്സ ചെയ്യാറുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. കുട്ടികളിൽ നമ്മൾ റൂട്ട് കനാൽ വളരെ കോമൺ ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ പേര് വ്യത്യാസമാണ്. അതിന് നമ്മൾ പൾപ്പ് തെറാപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ 3 തരം ഉണ്ട്. പൾപ്പോട്ടമി, പൾപ്പെക്ടമി ഉണ്ട്, പൾപ്പ് ക്യാപ്പിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് നോക്കുമ്പോൾ ഈ ഏതാണോ സിവിയറിറ്റി അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പ്രൊസീജിയറൊക്കെ സെയിം തന്നെ, റൂട്ട് കനാൽ പോലെ തന്നെ അതിൻ്റെ വേര് നമ്മൾ റിമൂവ് ചെയ്ത് അതിൻ്റെ അകത്ത് മെഡിസിൻ വെച്ച് അടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പക്ഷേ ഫൈനൽ മെഡിക്കേഷനിൽ ഒരു വ്യത്യാസം വരും. ഫൈനൽ മെഡിക്കേഷൻ വലിയ ആൾക്കാരിൽ റൂട്ട് കനാലിൽ വെക്കുന്ന മെഡിക്കേഷൻ അത് അവരുടെ ലൈഫ് ലോങ് ആ പല്ലിൽ ഇരിക്കേണ്ടതാണ്. ഇത് പാൽപ്പല്ല് പോകുന്ന പല്ലായതുകൊണ്ട് കുറച്ച് നാൾക്കുള്ളിൽ ആ പല്ല് പോകുന്ന ഇടം വരെ അതനുസരിച്ച് ആ മെഡിസിനും പല്ലിൻ്റെ ഒപ്പം അങ്ങ് ദ്രവിച്ച് പൊക്കോളും. അപ്പോൾ അത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർക്കൊക്കെ ഡൗട്ട് വരാം, ഈ റൂട്ട് കനാൽ ചെയ്താൽ പിന്നെ പല്ല് വരുമോ, അതോ ഈ പല്ല് അവിടെ നിന്ന് പോവോ? അങ്ങനെയൊന്നും വരില്ല. സാധാരണ ഏജ് ആകുമ്പോഴത്തേക്കും ആടി പോകേണ്ട രീതിയിൽ തന്നെ അതങ്ങ് ആടി അങ്ങ് പൊക്കോളും. തീർച്ചയായിട്ടും. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം മാഡം, സാമൂഹ്യപാഠമാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? എവിടുന്ന മാഡം വിളിക്കുന്നത്? മാനന്തവാടി, വയനാട്. ഓക്കെ, മാഡത്തിന്റെ സംശയം ഡോക്ടറോട് ചോദിക്കും. മോളെ പല്ലേ വന്നപ്പോഴേ തന്നെ എല്ലാം കേട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഓൾറെഡി 9 പല്ല് പറിച്ചു. ഓക്കെ. പിന്നെ ഇപ്പൊ ഞങ്ങള് ഒരു പല്ല് കേടായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി പറിച്ചായിരുന്നു. അന്നേരം അവര് പറഞ്ഞു 9ാം ക്ലാസ്സിൽ എത്തുമ്പം പറിക്കേണ്ട പല്ലാന്ന്. അതിങ്ങനെ കേടായിട്ട് ചെറിയൊരു കുറ്റി പോലെയായി. അപ്പം അപ്പുറത്തെ പല്ല് അതിപ്പോ പറിച്ചു. അപ്പൊ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഈ പറിച്ച ഏജ് എത്രയായി, വയസ്സ് എത്രയാന്ന് പറഞ്ഞേ? 8 വയസ്സ്. 8 വയസ്സ്. ഈ പറിച്ച പല്ല് ഫ്രണ്ടിലെ ആണോ അതോ ഏത് പല്ലാ പറിച്ചത്? ഈ സൈഡിലെ പല്ല്. സൈഡിലെ പല്ല്. അത് പാൽപ്പല്ലാണോ എടുത്തത് അതോ രണ്ടാമത് വന്ന പല്ലാണോ എടുത്തത്? പാൽപ്പല്ല എടുത്തെങ്കിൽ അത് 8 വയസ്സാകുമ്പോഴത്തേക്കും രണ്ടാമത്തെ വന്ന പല്ലങ്ങ് വന്ന് കയറും. അതിൻ്റെ പ്രായം ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ മുമ്പ് അവിടെ എക്സ്റേ എടുത്ത് കാണുമല്ലോ. അപ്പോൾ അവിടെ അടുത്ത പല്ല് അത് ഉണ്ടാവും. അത് വറി ചെയ്യേണ്ട ഒരു കാര്യമല്ല. കുറച്ച് ലേറ്റ് ആവുമായിരിക്കും, പക്ഷെ അത് വന്നോളും. അവള് പല്ല് വന്നപ്പോഴേ എല്ലാം കേടായിരുന്നു.
അല്ല, അത് വറി ചെയ്യണ്ട. ഇപ്പോൾ അത് പോകുന്നതെല്ലാം പാൽപ്പല്ലാണ്, അത് ഇൻഫെക്ഷനായിട്ട് എടുത്തതായിരിക്കും. അത് അടുത്ത പല്ല് വന്ന് കറക്റ്റായിട്ട് വന്ന് കയറിക്കോളും. ആയിക്കോട്ടെ. ഓക്കെ സ്മിത മാഡം, മനസ്സിലായി തരുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ മുതിർന്നവരുടെ ദന്ത ചികിത്സയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ കോസ്മെറ്റിക് സർജറിയെക്കുറിച്ചും സ്മൈലിനെ ചികിത്സയെക്കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായി തന്നെ സംസാരിക്കാറുണ്ട്. ഈ കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളിൽ ഈ കോസ്മെറ്റിക് സർജറി ചെയ്യാൻ സാധിക്കും? അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഏജ്, പ്രായമൊക്കെ എത്തരത്തിലാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാം. കോസ്മെറ്റിക് ചെയ്യാനായിട്ട് കുട്ടികളിൽ സാധാരണ അങ്ങനെ നമ്മൾ അഡൽട്ട്സിൻ്റെ അത്രയും ചികിത്സ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് സാധാരണ പല്ല് കേടുവരാനോ അല്ലെങ്കിൽ അത് പല്ല് ഒടിഞ്ഞു പോവോ, ഫ്രണ്ട് പല്ല് അവരുടെ സ്മൈൽ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. കോസ്മെറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ അത് നമുക്ക് ക്രൗൺസ് കൊടുക്കാൻ പറ്റും. ക്രൗൺസ് എന്ന് പറഞ്ഞാൽ വെള്ള കളറായിട്ടുള്ള തന്നെ സിർക്കോണിയ ക്രൗൺസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ പല്ല് ഫ്രണ്ട് വീണ് ഒടിഞ്ഞു പോവോ വല്ലതും ചെയ്യണമെങ്കിൽ നമുക്ക് പാൽപ്പല്ലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റൂട്ട് കനാൽ ചെയ്ത് സിർക്കോണിയ ക്രൗൺസ് കൊടുക്കാം. പിന്നെ അതല്ല, പല്ല് ഇടിച്ച് അത് ഫ്രണ്ട് പല്ല് പൊട്ടിപ്പോയി, അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്പീച്ച് ഇഷ്യൂസ് വരാം. ഞാൻ പറഞ്ഞ പോലെ ചില വേർഡ്സ് പറയുമ്പോൾ ലിസ്പിംഗ് ഒക്കെ വരാം. അല്ലെങ്കിൽ ഇപ്പോൾ അവർ കൂടുതലും ഇങ്ങനെ റിയാലിറ്റി ഷോയിലും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ലയൻസ് ഉണ്ട്, പുറയിലോട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ടീത്ത് വെച്ച് കൊടുത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലയൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഓരോ ഏജ് അനുസരിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ട്രീറ്റ്മെൻറ്റ് വരത്തില്ല. ആ കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ച് അടുത്ത പല്ല് വരുന്ന ലെവലും നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡോക്ടർ, നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, പേരെന്ന് പറയാമോ? പേരെന്താണ്? എന്റെ പേര് സുരേന്ദ്രൻ. എവിടെന്നാ സാർ വിളിക്കുന്നത്? വർക്കല. ഓക്കെ സാർ, ചോദിക്കൂ. എന്താണ് സംശയം? ഡോക്ടറോട് ചോദിക്കും. സംശയം, എന്റെ മോള് പ്ലസ് 1 പഠിക്കുകയാണ്. എത്രല്ല പഠിക്കുന്നേ? പ്ലസ് 1. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മോള് 6 മാസം ഇത്ര വെച്ച് ഫ്രണ്ട് പല്ല് പോടുണ്ടായിരുന്നു. അതപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ട് അടച്ചായിരുന്നു. ഓക്കെ. അതിന് ഭാവിയിൽ എങ്ങനെയാണ്, അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് അടച്ച പല്ലിൽ വീണ്ടും പുളിപ്പ് വരുന്നുണ്ടോ? ഇപ്പോഴായിട്ട് 6 മാസം ആയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് ഭാവിയില്ലേ കുറച്ച് വലുതായി വരുമ്പോഴേ ഇതിന് വലിയതായിട്ട് ഇളകി പോകുമെന്നുള്ളതാണ്. രണ്ടാമത് വന്ന പല്ലല്ലേ? രണ്ടാമത് വന്ന പല്ലാണ്. അതങ്ങനെ ഇളകി പോകത്തില്ലല്ലോ. ആടുന്നുണ്ടോ പല്ല്? ആട്ടം വല്ലതും ഉണ്ടോ? അങ്ങനെ ആട്ടമൊന്നുമില്ല. അതപ്പോൾ ഇളകി പോകത്തൊന്നുമില്ല. അത് നമുക്കത് ആള് വലുതായതിൻ്റെ ശേഷം നമുക്കത് ഈ പറഞ്ഞ നമുക്ക് ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള ഫ്രണ്ട് സ്മൈല് നന്നാക്കിപ്പെടുത്താനായിട്ടുള്ള എൻഹാൻസ്മെൻറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഓക്കെ സുരേന്ദ്ര സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടറെ, നമുക്ക് ചെറിയ ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യപാഠം തുടരുകയാണ്. ഡോക്ടർ, ഇപ്പോൾ മുതിർന്നവരിലേക്ക് വരുന്ന സമയത്ത് മുതിർന്നവരുടെ ദന്തചികിത്സയെക്കുറിച്ചൊക്കെ നമ്മൾ സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുമ്പോൾ ഒട്ടനവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ മൗത്ത് വാഷ് ഉപയോഗിക്കുക, അതിനെപ്പറ്റിയൊക്കെ അനുബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈ കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് മൗത്ത് വാഷ് ഉപയോഗിക്കുവാൻ സാധിക്കും? അതിനോടനുബന്ധിച്ച് തന്നെ ഡെന്റൽ ഫ്ലോക്സിങ്ങിനെ കുറിച്ചുമൊക്കെ ഒന്ന് തീർച്ചയായും. കുട്ടികളിൽ സാധാരണ നമ്മൾ മൗത്ത് വാഷ് അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല. കാരണം ഈ അഡൽട്ട്സ് യൂസ് ചെയ്യുന്ന മൗത്ത് വാഷ് ആയിരിക്കും അവർ കൂടുതലും യൂസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇത് നോക്കാൻ വേണ്ടി അവർ സാധാരണ അത് മിഴുങ്ങും. മൗത്ത് വാഷ് എന്ന് പറഞ്ഞാൽ അത് 1:1 ഡൈല്യൂഷനിൽ ആ മൗത്ത് വാഷിൻ്റെ ഫ്ലൂയിഡും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് റിൻസ് ചെയ്ത് തുപ്പുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ചിലപ്പോൾ അത് സ്പിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വരത്തില്ല, അവരത് മിഴുങ്ങും. അപ്പോൾ മിഴുങ്ങുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരുടെ മൗത്ത് വാഷിൽ ആൽക്കഹോൾ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സാധാരണ അൺനെസസറി ആയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കുഞ്ഞുങ്ങൾക്കുള്ള മൗത്ത് വാഷും അവൈലബിൾ ആണ്, ആൽക്കഹോൾ ഫ്രീ. അപ്പോൾ അത്
എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കുറച്ച് അണ്ടർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ മാത്രം യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത് ചോദിച്ച പോലെയുള്ള ചോദ്യമാണ് ഡെൻ്റൽ ഫ്ലോസിങ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. അതൊരു ഒരു നൂല് പോലെ ഒരു മെഡിക്കേറ്റഡ് ത്രെഡാണ്. അത് നമുക്ക് പേരൻസിന് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. കുട്ടികൾക്ക് സ്വന്തമായിട്ട് അവർക്ക് ആ ഒരു മോട്ടോർ സ്കില്ല് ഡെവലപ്പായ കുട്ടികളാണെങ്കിൽ, ഒരു പ്രായമായെങ്കിൽ അവർക്കും ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. തീർച്ചയായിട്ടും. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ധരിച്ചിരുന്നു. നമസ്കാരം, സമുഖ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം മാഡം. പേരെന്ന് പറയാമോ മാഡം? പേര് അഞ്ജുഷ, വിളിക്കുന്നത്. ചോദിച്ചോളൂ മാഡം, എന്താണ് സംശയം ഡോക്ടറോട് ചോദിച്ചു. സാർ, എന്റെ മോന് പല്ല് വന്ന സമയം തൊട്ട് പല്ല് വന്നിട്ട് ഒരു 1 month കഴിഞ്ഞപ്പോ തൊട്ട് പല്ല് കേടാവുന്നുണ്ട്. അപ്പൊ മോനിപ്പോ 6 വയസ്സാണ്. അപ്പൊ അതിനുശേഷം ഏകദേശം വായിലെ ഉള്ളിലുള്ള എല്ലാ പല്ലും കേടാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മള് അണപ്പല്ല് പിന്നെ നല്ല പോടുണ്ടായിരുന്നു, അത് ഞങ്ങൾ അടച്ചു വെച്ചിട്ടില്ലായിരുന്നു. അടച്ചു വെച്ചത് വീണ്ടും പിന്നെ പോയി. അതിനുശേഷം പല്ല് ദ്രവിച്ചു തുടങ്ങിയ പോലെ ഉണ്ട്. അപ്പൊ അതിപ്പോ ഈ ഒരു ഏജില് നമുക്കത് എടുത്തു കളയാൻ പറ്റുമോ പല്ല്? അണപ്പല്ല് സാധാരണ ഇപ്പോൾ 6 വയസ്സാണെങ്കിൽ അണപ്പല്ല് ഇപ്പോൾ ഉടനെ വരില്ല. ഒരു 3 years കൂടെ കഴിഞ്ഞ് ഒരു 9-10 വയസ്സാകുമ്പോഴേ ആ അണപ്പല്ല് പോയിട്ട് അടുത്ത പല്ല് വരത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ പല്ല് അത് എക്സ്റേ എടുത്തിട്ട് നമുക്കത് പല്ല് സേവ് ചെയ്യാൻ പറ്റുന്ന പല്ലാണെങ്കിൽ നമുക്കത് ഒന്നിൽ അത് സാധാ ഫില്ലിങ്, ചെറിയ കേടാണെങ്കിൽ സാധാ ഫില്ലിങ് മതിയാവും. അല്ലെങ്കിൽ നമുക്കത് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടണം. അപ്പോൾ ക്യാപ്പ് ഇടുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫില്ലിങ് ഇളകിപ്പോകുന്ന ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ അത് ക്യാപ്പ് ഇത് ചവയ്ക്കാനും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനും പറ്റും. ആ ക്യാപ്പിൻ്റെ ബലത്തിൽ നമുക്ക് ആ പല്ലിനെ സേവ് ചെയ്തെടുത്ത് അടുത്തൊരു 3 വർഷം വരെ കൊണ്ടുപോകാനും പറ്റും. ഇത് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ കാണിച്ച ഡോക്ടേഴ്സ് പറയുന്നത്. അവർ പറയുന്നത് ഇനിയിപ്പോ പ്രോബ്ലം ഇല്ല, എന്തായാലും ആ പല്ല് കൊണ്ട് പ്രയോജനമില്ല. അത് മാത്രമല്ല, ആ പല്ലിന് നല്ല പെയിൻ ഉണ്ട്. മോന് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരും. എന്തെങ്കിലും കടിക്കുമ്പോൾ, കട്ടിയുള്ള എന്തെങ്കിലും കടിക്കുമ്പോഴേക്കും അതിന് പെയിൻ വരികയാണ്. അപ്പോ ഇനിയിപ്പോ അത് എടുത്ത് കളയുന്ന കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോന് ഈ ഒരു ഏജ് ആയതുകൊണ്ട്? ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ നമ്മളിപ്പോൾ നേരത്തെ എടുക്കുന്ന ഒരു വിഷയം ഉള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത ആ പല്ലിൻ്റെ മുന്നിലും പിന്നിലുമുള്ള പല്ലുകളുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലോട്ട് വേണമെങ്കിൽ ചരിയാൻ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത പല്ല് ഒരു 3 വർഷം കഴിഞ്ഞ് അത് ഡയറക്റ്റ് നേരെ അത് വരേണ്ട സ്ഥലത്തിലോട്ട് ഒന്നും ചേരത്തില്ല. ചിലപ്പോൾ കുറച്ച് വളഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ സ്പേസ് മെയിൻറ്റനർ എന്ന് പറഞ്ഞ ഒരു അപ്ലയൻസ് നമ്മൾ മോൻ്റെ അളവെടുത്ത് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്ത പല്ല് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അതിൻ്റെ മോനെ കാണുമ്പോൾ തന്നെ വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ മതി. ആ ഡോക്ടർ ആ സ്പേസ് മെയിൻറ്റനർ ഊരി തരും. അപ്പോൾ അത് ആ അടുത്ത പല്ല് ഡയറക്റ്റായിട്ട് വന്ന് കയറിക്കോളും. എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ മാഡം, മനസ്സിലായിരുന്നിരുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പല്ലുകളുടെ ആരോഗ്യം നന്നായിട്ട് നിലനിർത്തുവാൻ ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ്. തീർച്ചയായും. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും നമ്മൾ മെയിനായിട്ടും നമ്മളിപ്പോൾ ആസ് എ ഡോക്ടർ നമ്മളിപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് മദേഴ്സ് ഓറൽ ഹൈജീൻ വളരെ ക്ലിയർ ആക്കി വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രഗ്നൻസി ടൈമിലൊന്നും നമുക്കങ്ങനെ എല്ലാ മെഡിക്കേഷനും എക്സ്റേയും ഇപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എക്സ്റേ എക്സ്പോഷറൊക്കെ വരേണ്ട ഒരു കാലം വരുമ്പോഴത്തേക്കും സാധാരണ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോകും. എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ജസ്റ്റ് മൈൽഡ് മെഡിക്കേഷനേ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ എല്ലാം ക്ലിയർ ചെയ്ത് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവർക്ക് ആ മദറിൻ്റെ സൈഡിൽ നിന്ന് ബാക്ടീരിയയോ അല്ലെങ്കിൽ പല്ലിൽ നിന്നുള്ള കേട് അവരുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടെ കുഞ്ഞിലെത്താം. അപ്പോൾ അവരുടെ ടീത്തിനെയും ബാധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നേരത്തെ അതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക. കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴും പല്ല് വരുന്നതിൻ്റെ മുമ്പേ ഇപ്പോൾ മദേഴ്സ് ആയിരിക്കുമല്ലോ അവർ കൂടുതലും നോക്കുന്നത്. അപ്പോൾ ഈ മദറിൻ്റെ അവർ രണ്ടുപേരും ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴും ഒക്കെ ഉമ്മ വെക്കുമ്പോൾ അപ്പോൾ ഒക്കെ അങ്ങനെ ഈ ബാക്ടീരിയ കുഞ്ഞുങ്ങളോടും പടരാം. അപ്പോൾ നേരത്തെ അതെല്ലാം ക്ലിയർ ചെയ്ത് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. ഡോക്ടർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളുടെ ദന്താരോഗ്യം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് കുട്ടികളുടെ ദന്താരോഗ്യം നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബ്രഷിങ്ങിലൊക്കെ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച ഡോക്ടറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.